നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ഇന്ന് നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് ടാറോ മാത്രം കേട്ടോ. പേജ് ഓഫ് സ്വാർഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്, എംപ്രസ്, സിക്സ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, ബ്യൂട്ടിഫുൾ, ഫോർ ഓഫ് പെൻറ്റക്കിൾസ്, ഫോർ ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ലെസ്സർ കോണ്ടാക്റ്റിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ അവർ പറയുന്നത് ഇനി അങ്ങോട്ട് കോണ്ടാക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യാം എന്നാണ്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്ത് തന്നെ ആയാലും അവരുടെ ലൈഫിൽ നിങ്ങളൊരു എംപ്രസ് സാന്നിധ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് പകരം വെക്കാനായിട്ട് അവരുടെ ലൈഫിൽ ആരുമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഒരു ഈക്വൽ ഗിവൺ ടേക്കിൽ എത്തണമെന്നും അവർ കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ തരം സപ്പോർട്ടും അവർ ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് ഫൈനാൻഷ്യൽ ആവട്ടെ, ഇമോഷണൽ ആവട്ടെ, എല്ലാ രീതിയിലും നിങ്ങളുമായിട്ട് ഒരു പ്രോപ്പർ ഗിവൻ ടേക്കിൽ എത്തണമെന്ന് തന്നെ അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ദേ വോണ്ട് ടു സേ ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദിസ് വേൾഡ്. ലോകത്തിലേക്കും വെച്ച് അവർ നിങ്ങളെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് എന്ന് തന്നെ അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളെ പ്രതി ഒരു പ്രൊട്ടക്റ്റീവായിട്ടും പൊസസീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ആക്ടിവിറ്റീസ് ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾ മറ്റാരുടെങ്കിലും കൂടെ നിന്നൊരു ഫോട്ടോ ഇടുന്നത് പോലും അവർക്കൊന്നും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ അവരുടെ മാത്രമാണ് എന്നൊരു ഫീലിംഗ് ആണ് അവർക്ക് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഫോർ ഓഫ് വാൻഡ്സ് വെച്ച് ഇതുവരെയും അവരുടെ സ്നേഹം നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ല, ഓൾറെഡി നിങ്ങൾ ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടേത് ഒരു വിവാഹത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അവരുടെ ഇമോഷണൽ കാര്യങ്ങളെല്ലാം അവർ പങ്കുവയ്ക്കാൻ അവർക്ക് വിഷമം തോന്നിയാൽ, സങ്കടം തോന്നിയാൽ, സന്തോഷം തോന്നിയാൽ, എക്സൈറ്റ്മെൻറ്റ് തോന്നിയാൽ എല്ലാം ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുമായി കുറേ സമയം സംസാരിച്ചിരിക്കണം, കമ്മ്യൂണിക്കേഷൻ വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്.